യാത്രക്കാരുടെ ദുരിതങ്ങൾക്കും വികസന അവഗണനകൾക്കും പരിഹാരം കാണാതെ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനും പരിസരവും ലിഫ്റ്റ് സൗകര്യമില്ലാത്തതും പ്ലാറ്റ്ഫോമിലെ മേൽക്കൂരകളുടെ അപര്യാപ്തതയും മൂലം വയോധികരും വിദ്യാർത്ഥികളും അടങ്ങുന്ന നിത്യയാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതം ചില്ലറയല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. മിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാരുടെ പ്രയാസങ്ങൾ കണക്കിലെടുത്ത് ലിഫ്റ്റുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും മഞ്ചേശ്വരത്ത് ഇതുവരെയും ഇതിനുള്ള തീരുമാനമായിട്ടില്ല. ലഗേജുകളുമായി എത്തുന്നവർ, അസുഖബാധിതർ, വയോധികർ, കൈക്കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്ന അമ്മമാർ എന്നിവരാണ് ഏറെ ദുരിതം പേറുന്നത്. സ്റ്റേഷനിലെ പടികൾ കയറിയിറങ്ങി ദേശീയപാതയിലെത്തിയാൽ മറുവശത്തെത്താൻ വീണ്ടും പടികൾ ചവിട്ടേണ്ട അവസ്ഥയാണുള്ളത്. ഇവിടെ ലിഫ്റ്റ് അനുവദിച്ചാൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകും. സ്റ്റേഷന്റെ വടക്ക് ഭാഗത്തുള്ള പ്ലാറ്റ്ഫോമിൽ ഇരുഭാഗങ്ങളിലും മേൽക്കൂരയില്ലാത്തത് നിത്യയാത്രക്കാർക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നു. തെക്കുഭാഗത്ത് പേരിന് രണ്ടിടത്തായി ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും വടക്കു ഭാഗത്ത് തീരെയില്ല. പൊരിവെയിലത്തും പെരുമഴയത്തും കുടചൂടി നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. മഴക്കാലത്ത് ഓവർബ്രിഡ്ജിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരയില്ലാത്തതിനാൽ മഴവെള്ളം വീണ് വഴുക്കൽ അനുഭവപ്പെടുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ഗോവിന്ദ പൈ സ്മാരക ഗവൺമെന്റ് കോളേജ്, ലോ കോളേജ് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ദേശീയപാത മുറിച്ചു കടക്കുക എന്നത് വലിയ സാഹസമാണ്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന ജനങ്ങളുടെ അവകാശങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുണ്ട്. പക്ഷേ MLA MP ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായ പ്രശ്നം പരിഹരിക്കുമെന്ന് MLA MPയും ഒരുപാട് പ്രശ്നങ്ങളോടെ കൊടുത്തു. ഏകദേശ സമയത്തോടെ ഞങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹാരമുള്ള രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പഞ്ചായത്തിൻ്റെ ഭരണ തീരുമാനങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ചു കൊടുത്തിട്ടുമുണ്ട്. അതിലുള്ള പരിഹാരം കാണുന്ന രീതിയിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളെ കൂടെ നിൽക്കാനുള്ള തീരുമാനത്തിലാണുള്ളത്. ബഡാജെ റോഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് മേൽനടപ്പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം വന്നെങ്കിലും ഇപ്പോഴും വൈകുകയാണ്. കലക്ടർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതിനെ തുടർന്ന് മേൽനടപ്പാലത്തിന് അനുമതി ലഭിച്ചെങ്കിലും KSEB ലൈനും ജല അതോറിറ്റിയുടെ പൈപ്പുകളും മാറ്റാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണം. കോളേജ് റോഡിന് സമീപം ഉയരം കൂടുതലായതിനാൽ ഇവിടെ മേൽനടപ്പാലം നിർമ്മിക്കാനാകില്ലെന്നാണ് നിർമ്മാണ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വിശദീകരണം. ഇതേ തുടർന്ന് കോളേജ് റോഡിൽ നിന്നും തെക്ക് ഭാഗത്തേക്ക് 200 മീറ്ററോളം അകലെയാണ് പുതിയ പാലത്തിന് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സ്റ്റേഷനിൽ ആവശ്യമായ രീതിയിൽ തീവണ്ടികൾ നിർത്തുന്നില്ലെന്ന പരാതിയുമുണ്ട്. മാവേലി എക്സ്പ്രസ്, ചെന്നൈ സൂപ്പർഫാസ്റ്റ് തുടങ്ങിയ പ്രധാന വണ്ടികൾക്ക് ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചാൽ അത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. മഞ്ചേശ്വരത്തെ യാത്രാ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ശക്തമായ ആവശ്യം. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ അനാസ്ഥയെക്കുറിച്ചിട്ടാണ് പറയാനുള്ളത്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ കാലങ്ങളായി മാറി മാറി വരുന്ന ഗവൺമെൻറ് സർക്കാരുകൾ, ഈവൻ നമ്മളെ കരുണാകരൻ മുതൽ രാജ്മോഹൻ സർ വരെയുള്ള സമയത്ത് വരെ നമുക്ക് ഇന്നേ വരെ മഞ്ചേശ്വരത്ത് നമുക്കൊരു റെയിൽവേ ഡെവലപ്മെൻറ്റ് ആയിട്ടില്ല. അവിടെ മെയിനായിട്ട് തുടർന്ന് വരുന്ന അനാസ്ഥ നമ്മളെ ഈ പ്ലാറ്റ്ഫോം ടു പ്ലാറ്റ്ഫോമുള്ള ഫുട് ഓവർ ബ്രിഡ്ജ്, അതിലേക്ക് അടിയന്തരമായിട്ട് ലിഫ്റ്റ് സൗകര്യം ഏർപ്പെടുത്തണം. രണ്ടാമത് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്രോച്ച് റോഡിൽ നിന്ന് ഭയങ്കര ശോചനീയമായ അവസ്ഥയിലാണ് ഉള്ളത്. ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് പോകാനുള്ള റോഡ് സൗകര്യം വളരെ മോശമായിട്ടുണ്ട്. മൂന്നാമത്തെ സംഭവം, ഹൈവേന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഫുട് ഓവർ ബ്രിഡ്ജ്, അത് ഇൻക്ലൂഡിങ് ലിഫ്റ്റ് സൗകര്യപ്പെടുത്തിയിട്ട് തന്നെ ചെയ്യണമെന്ന് നമ്മൾ കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടുണ്ട്. ഇതുവരെ അതിലേക്കുള്ള ഒരു സൗകര്യവും നമ്മൾ MP ചെയ്തിട്ടില്ല. വെറും നമ്മൾ പത്രമാധ്യമങ്ങളിൽ വരുന്ന 50 ലക്ഷം, 1,25 ലക്ഷം പാസ്സായി എന്നല്ലാണ്ട് അവിടെ ഒരു ഫോഴ്സും അവിടെ എക്സിക്യൂട്ട് ആകുന്നില്ല. ആക്ഷനായിട്ട് ഒരു സംഭവം നടക്കുന്നില്ല നമ്മുടെ നാട്ടിൽ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങൾ വളരെ ദേഷ്യത്തോടു കൂടി നമ്മുടെ MPയോടും എല്ലാ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിട്ടും ഇതുവരെ അതിലേക്കുള്ളൊരു പരിഹാരമായിട്ടില്ല. ഇനി നമുക്ക് അതിലേക്കുള്ള അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ നമ്മുടെ MP ശ്രദ്ധ ചെലുത്തിയിട്ട് ഇതിലേക്കുള്ള പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.